ബാംഗ്ലൂർ വീഡിയോസ് കണ്ട് നിങ്ങൾക്ക് ഏകദേശം അടുത്തു തുടങ്ങി കാണുമല്ലേ? പക്ഷെ ഞാനിപ്പോൾ ബാംഗ്ലൂർ ആയതുകൊണ്ട് ഇങ്ങനത്തെ വീഡിയോസ് അല്ലേ പോസ്റ്റ് ചെയ്യാൻ പറ്റുന്നുള്ളൂ. ബാംഗ്ലൂർ വീഡിയോസ് എന്ന് മാത്രമല്ല, സെയിം കോസ്റ്റ്യൂം കൂടിയാണ് കേട്ടോ. കാര്യം വേറെ ഒന്നുമല്ല, ഒരു ദിവസം തന്നെ പല സ്ഥലങ്ങളിൽ പോകണമെന്ന് ഇപ്രാവശ്യം നമ്മുടെ പ്ലാനിൽ ഉണ്ടായിരുന്നു കേട്ടോ. കല്യാണം റിലേറ്റഡ് ആയിട്ട് കുറച്ച് ഷോപ്പിങ്ങിന് വേണ്ടിയാണ് ഞാൻ ഇപ്രാവശ്യം ബാംഗ്ലൂരിലോട്ട് വന്നിരിക്കുന്നത്. എന്നാലും ഭയങ്കര കാര്യമായിട്ടുള്ള ഷോപ്പിംഗ് ഒന്നും ഇവിടുന്ന് ചെയ്യുന്നില്ല. കുട്ടി കുട്ടി ഷോപ്പിംഗ് ഉണ്ടാവുള്ളൂ കേട്ടോ. വേറെ ഒറ്റത്തവണ ഇല്ലാത്ത അത്രയും എക്സൈറ്റ്മെന്റിലായിരുന്നു കേട്ടോ ഞാനും അവളെ ഇപ്രാവശ്യം മീറ്റ് ചെയ്തത്. അത് മേ ബി എൻ്റെ കല്യാണം ഫിക്സ് ചെയ്തിട്ട് ഫസ്റ്റ് ടൈം അവളെന്നെ കാണുന്നോണ്ടായിരിക്കും. സ്നേഹം അങ്ങ് വല്ലാതെ കൂടിയതുകൊണ്ട് എനിക്ക് കുറേ ഐറ്റംസ് ഒക്കെ വാങ്ങിച്ചു തരാം, നല്ല ടേസ്റ്റുള്ള ഫുഡ് കിട്ടുന്ന ഒരു സ്ഥലത്തോട്ട് കൊണ്ടുപോകാന്നൊക്കെ പറഞ്ഞ് കിച്ചൺ ഓഫ് കേരള എന്ന് പറഞ്ഞിട്ടുള്ള ഒരു റെസ്റ്റോറൻറ്റിലോട്ടാണ് എന്നെ കൂട്ടിക്കൊണ്ട് പോയത്. ചേച്ചിയുടെ വീഡിയോസ് നിങ്ങൾ കാണുന്നവരാണെങ്കിൽ ഓൾറെഡി ചിലപ്പോൾ അവരുടെ ചാനലിൽ നിങ്ങളിത് കണ്ടിട്ടുണ്ടാവും. നമ്മൾ കഴിക്കാൻ കയറിയപ്പോൾ കാര്യമായിട്ട് വീഡിയോ എടുത്തതൊക്കെ അവരായിരുന്നു. ഞാൻ പിന്നെ ചെറിയ ചെറിയ ബൈറ്റ്സ് ഒക്കെ എടുത്തോളൂ കേട്ടോ. ഇതെല്ലാം കഴിഞ്ഞിട്ട് കമ്മനഹള്ളിയിൽ ഒരു നീണ്ട ഷോപ്പിംഗ് ഉള്ളതുകൊണ്ട് ഒരുപാട് വയറ് നിറയ്ക്കണ്ടെന്ന് ഓർത്തിട്ടാണ് ഞാൻ കയറി ഇരുന്നതെങ്കിലും ഇത്രയും ടേസ്റ്റി ആയിട്ടുള്ള ഫുഡ് കണ്ടപ്പോൾ ചെറുതായിട്ട് എൻ്റെ കൺട്രോൾ പോയി. എന്നാലും ഞാൻ കുറച്ച് ലിമിറ്റഡ് ആയിട്ടോ ഭക്ഷണം കഴിച്ചത്. കാരണം എനിക്കിങ്ങനെ കമ്മനഹള്ളിയിലെ സ്ട്രീറ്റ്സിൽ കിട്ടുന്ന കുഞ്ഞു കുഞ്ഞു ഐറ്റംസ് ഒക്കെ വാങ്ങി കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഞാൻ അതിന് വേണ്ടി കുറച്ച് സ്ഥലം വേക്കൻ്റ് ആയിട്ട് ഇട്ടിട്ടാണ് ഇവിടുന്ന് ഫുഡ് കഴിച്ചത്. ഈ റിംഗ് ലൈറ്റിൻ്റെ അവിടെ ഇങ്ങനെ നിൽക്കുമ്പോൾ ചെറുതായിട്ട് തണുപ്പിന്നൊരു ആശ്വാസമൊക്കെ കിട്ടുന്നുണ്ട്. കല്യാണമൊക്കെ ആയിട്ട് വലിയൊരു ബാക്ക് പാക്കിംഗ് ഒക്കെ ഉള്ളതുകൊണ്ട് അതിനകത്തോട്ടുള്ള കുറേ ഐറ്റംസ് ഒക്കെ വാങ്ങിക്കാനും കുറേ സമയമൊക്കെ എടുത്തായിരുന്നു കേട്ടോ. ലാസ്റ്റ് ഷോപ്പിംഗ് ചെയ്ത് ഞാനൊരു വഴിക്കായി. പിന്നെ ഞങ്ങൾ രാത്രിയായപ്പോൾ വീട്ടിൽ പോന്നു കേട്ടോ.